ഞാൻ നേരെ നമായി പിയൻ ഇപ്പേണ്ട് വെച്ചിട്ടുണ്ടോ ലവാണ്ട് നീണോയല്ലേ അതുകൊണ്ടാണ് വിളിച്ചത്. ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടില്ല, ഒരു 3 പേരിരുന്ന് ഒരു സംസാരിക്കുന്നത്. അവർ സംസാരിക്കുന്ന ഭാഷ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവർ സംസാരിക്കുന്നത് മലയാളം തന്നെയാണ്, പക്ഷേ മലയാളം തലതിരിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഭാഷ ഡെവലപ്പ് ചെയ്തെടുത്ത് തന്നെ ഒരു ഫാമിലിയിൽ, ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾ കൂടി ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഭാഷയാണിത്. മുൻപ് കാലങ്ങളിൽ നിങ്ങൾക്കറിയാമല്ലോ, 1960-70 കാലഘട്ടങ്ങളിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരുപാട് കുട്ടികളുണ്ടാവും സ്കൂളിൽ പോകാൻ. ഒരു സമരത്തിന് പോകുന്ന അത്രയും കുട്ടികളുണ്ടാവും. അപ്പോൾ മുമ്പ് ഇന്നത്തെ പോലെ ഒരു സ്കൂൾ വണ്ടി വരും, അതിൽ ലോഡ് കയറ്റുക, അത് സ്കൂളിൽ പോയി ഇറക്കുന്ന രീതിയല്ലല്ലോ. അയൽക്കാരും മറ്റും ആയിട്ട് ഒരു ജാഥക്ക് പോകുന്ന പോലെയൊക്കെ സ്കൂളിൽ പോവുക. അപ്പോൾ സ്വന്തം കുടുംബത്തിലെ എന്തെങ്കിലും സ്വകാര്യങ്ങളൊക്കെ മറ്റുള്ള കുട്ടികൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലിയിലെ സഹോദരന്മാർ വികസിപ്പിച്ചെടുത്ത ഒരു സ്പെഷ്യൽ കോഡ് ഭാഷയാണിത്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ആ കുടുംബത്തിലെ മൂത്ത സഹോദരിമാരായ വടകര മടപ്പള്ളി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപിക ചന്ദ്രിക, പിന്നെ മറ്റൊരു അർദ്ധ സഹോദരി വിമല ടീച്ചർ ഒക്കെ കൂടി വികസിപ്പിച്ചെടുത്ത് പിന്നെ ആദ്യം അവരുടെ അനിയന്മാർക്കും കൂടി അവരെയും കൂടി പഠിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പം തന്നെ ഇതെന്താ പറയുന്നതെന്നുള്ള കൺഫ്യൂഷനായിരിക്കും. കേൾക്കുന്ന ആർക്കും തോന്നും, പ്രത്യേകിച്ച് ഇത് പറയാനൊരു കഴിവ് വേണം, ആ പറയുന്നത് ക്യാപ്ചർ ചെയ്ത് മനസ്സിലാക്കാനും ഒരു പ്രത്യേക ഒരു കുരുട്ട് ബുദ്ധി, കാഞ്ഞ ബുദ്ധി തന്നെ വേണം. അല്ലാതെ നോർമൽ ബുദ്ധിയുള്ള ആൾക്ക് എന്തെന്നായി പറയുന്നതെന്നും ആ പറയുന്ന കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ തന്നെ എനിക്കൊക്കെ ഒരു 5-10 മിനിറ്റ് വേണ്ടി വരും ഇവർ പറയുന്നത് എന്താണെന്ന്. അത്ര ഫ്ലുവൻ്റായിട്ടായിരിക്കും സംസാരം, ചോദ്യം ഉത്തരമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തത് എൻ്റെ അമ്മയുടെ തറവാട്ടിൽ വെച്ച് 2024 ഓണപ്പരിപാടി നടക്കുന്നതിനിടെ അമ്മയും സഹോദരങ്ങളും മാറി നിന്ന് വളരെ ഫ്ലുവൻ്റായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഒരു കൗതുകത്തിന് എടുത്തതാണ്. ഈ ഭാഷ ആരുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ആരെക്കുറിച്ച് കുറ്റം പറയാനോ എന്ത് സീക്രട്ട് വേണമെങ്കിലും പറയാൻ പറ്റും. കാരണം മറ്റൊരാൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. അത്രയ്ക്ക് സ്പീഡിലുമാണ് ഇവർ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് കാണാൻ കഴിയും. അവരുടെ ഇതിലുള്ള ഭാഷാ നൈപുണ്യം എന്ന് വേണം പറയാൻ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് ആ നളിനിയെ ഇഷ്ടമല്ല, അത് ഇവർ പറയുമ്പോൾ എന്താ പറയുക, നളിനിൻ്റെ മുന്നിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കോഡ് ഭാഷ ഉപയോഗിച്ച് പറയുക, ലഷ്ട ഈ എനിളീന ആക്കിയേ, ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ഭാഷ കൂടിയാണ്. പക്ഷേ ഈ കോഡ് ഭാഷ ഇവരിൽ തന്നെ ഒതുങ്ങിപ്പോയി പുതിയ തലമുറകളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളിലേക്കോ ഈ ഭാഷ പകർന്നു നൽകിയിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയണം. നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ആരെങ്കിലും ഇതുപോലെ കോഡ് ഭാഷ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള അഭിപ്രായം കമൻ്റായിട്ട് ഇടണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനലിലൂടെ ഞാൻ മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത് വാസ്തുശാസ്ത്രം എന്ന് വെച്ചാൽ അതിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഛർദ്ദിക്കുന്നതല്ല. എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത് മറ്റുള്ളവർക്ക് അനുഭവത്തിൽ വന്ന് കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിതിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ജ്യോതിഷവും, പിന്നെ ചെറിയ കൊച്ചു കുട്ടികൾക്ക് എങ്ങനെ എളുപ്പത്തിൽ വരക്കുക എന്നതിനെക്കുറിച്ചും, പിന്നെ എൻ്റെ ചെറിയൊരു കൃഷി, അതൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ നേരെ നമായി പിയൻ ഇപ്പേണ്ട് വെച്ചിട്ടുണ്ടോ ലവാണ്ട് നീണോയല്ലേ അതുകൊണ്ടാണ് വിളിച്ചത്. വാരില നമ്പേരുണ്ടോ നമുക്ക് ഞാനീ പിയ പോവുണ്ടാക്കാൻ നേരത്തെ സംബന്ധം തെക്കൂല, അതുകൊണ്ട് നേരത്തെ ദേവണ്ണോക്കും രാജേട്ടനോയല്ലേ ഇപ്പൊ നീർ യോപിട്ട് ഇതെല്ലാം നബിയുണ്ട്. ഇടുവെന്ന മഞ്ഞക്കങ്ങ് യോപിക്കൂടെ നേക്ക് യോപിട്ട് ഗുല്ലി കാണണം, നേക്ക് ഗുല്ലില്ലേ ഡൂപ്പ് ഗുല്ലി വില്ലിട്ടില്ല എന്താ രാജ്യം ബിന്ദുല്ല.
മാത്രം ഇളകി ഇളകിട്ട് നിൽക്കട്ടെ ലവണ്ട വെച്ചിട്ട് ചമ്മന്ത നിപ്പേ തേരടൊക്കൊന്നാ തോന്നിയാ ഞാൻ രാണ്ടാറ്റാണെങ്കിൽ അന്നണൊരു അടി ഡൈലോഗ് ചായ ആയിട്ട് റെഡിയാ യോഗി ഡബ്ബ യോഗി ഡബ്ബ ഡബ്ബ ഈ അടന്നാണ് ലോക് അങ്ങനെയൊന്നും ഇല്ല എന്തെങ്കിലും ഉണ്ടാകും ചമ്മൊന്നുമില്ല എന്താ റവന്ന് റാബ് ചോക്കാള് പോകുന്നു മഞ്ഞൾ പേർക്ക് എന്താ അപ്പോൾ ഇതാണ് ഈ ഫാമിലി വികസിപ്പിച്ചെടുത്ത സ്പെഷ്യൽ കോഡ് ഭാഷ. ഇതൊക്കെ ഒരു കഴിവാണ്. ബോച്ച ദ്വയാർത്ഥത്തിൽ സംസാരിച്ചിട്ട് ഡബിൾ മീനിങ് സംസാരിച്ച് ഫേമസ് ആവുന്ന പോലെ ഇതൊക്കെ ഒരു പ്രത്യേകതരം കഴിവ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഇവരുടെ ഈ ഭാഷ ഒന്ന് പോപ്പുലറായിട്ട് വരണം. കാരണം വന്നാൽ നമുക്ക് ആരുടെ മുന്നിൽ വെച്ച് എന്തും ഇതുപോലെ പറയാമല്ലോ, ആർക്കൊന്നും മനസ്സിലാവില്ല. ഇതൊരു വളരെ നല്ലൊരു ഇതാണ് ഈ ഭാഷ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെ താങ്ക് യു.